ഒരിക്കൽ രാജിക്ക് പനി പിടിച്ചു. ക്ലാസ്സിൽ പോകാതെ മുറിയിൽ തന്നെ കിടക്കുമ്പോൾ സിസ്റ്റർ ലോറൻസ് കള്ളദീനക്കാരെപ്പറ്റി ഒരു ലഘുപ്രസംഗം നടത്തി. ക്ലാസ്സിൽ പോകാനുള്ള മടി കൊണ്ട് രാജി വായിൽ കൈകടത്തി ഛർദ്ദിച്ചതാണെന്ന് അവർ പറഞ്ഞു അത്രേ. അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ രാജി പെട്ടിയിൽ സാമാനങ്ങൾ ഒതുക്കിക്കൊണ്ട് വീട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു. അവൾക്ക് മഞ്ഞക്കാമലയാണെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും വീട്ടിൽ അറിയിച്ചപ്പോൾ അച്ഛൻ ഉടനെ കാറിൽ വന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുവെന്നും രാജി പറഞ്ഞു. കാറിൽ കയറുന്നതിനിടെ മുമ്പ് മഞ്ഞക്കണ്ണുകളും കരിഞ്ഞ ചുണ്ടുകളുമായി രാജി ഒരിക്കൽ കൂടി എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കക്കൂസിൻ്റെ ചുവരിലും കുളിപ്പുരയുടെ ചുവരിലും സിസ്റ്റർ ലോറൻസിനെ പറ്റി ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നീ പോയി നോക്ക്. അവൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. എനിക്ക് ഈ സിസ്റ്ററിനെ എന്നല്ല ഒരു മദറിനെയും പേടിയില്ല, രാജി പറഞ്ഞു. രാജി പോയ ഉടനെ ഞാൻ കക്കൂസിൻ്റെ ചുവരിലും കുളിപ്പുരയുടെ ചുവരിലും എഴുതപ്പെട്ട രഹസ്യങ്ങൾ വായിക്കുവാൻ ഓടിച്ചെന്നു. സിസ്റ്റർ ലോറൻസ് ഒരു മൊച്ചക്കുരങ്ങാണെന്നും അവരുടെ തലയുടെ അകത്ത് ദൈവം നായിൻ്റെ കാഷ്ടവും ചാണകവും തിരികെ വെച്ചിരിക്കുകയാണെന്നും അവരെ ഒടുവിൽ ഈശ്വരൻ അടിച്ചു കൊല്ലാതിരിക്കില്ല എന്നും ഞാൻ ആ ചുവർ ലിഖിതത്തിൽ നിന്ന് മനസ്സിലാക്കി.